ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പുതിയ സൈക്കിൾ ട്രാക്ക്, പെഡസ്ട്രിയൻ ട്രാക്ക് അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിലൂടെയുള്ളൊരു നടത്തമാണ്. സ്പോർട്സ് ബോളിവുഡ് ഫൗണ്ടേഷൻ അവർ 2024 അവസാനത്തോട് കൂടിയിട്ട് പബ്ലിക്കിന് ഓപ്പണാക്കി കൊടുത്തിട്ടുള്ള ഒരു സൈക്കിൾ പാത്തും പെഡസ്ട്രിയൻ പാത്തും അതുപോലെ തന്നെ കുതിര സവാരി ചെയ്യുന്ന ഹോഴ്സ് ട്രയൽ ട്രാക്കും ഇവിടെ പണിതിട്ടുണ്ട് പുതുതായിട്ട്. മുമ്പൊക്കെ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ സൈക്ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. സൈക്ലിസ്റ്റുകൾ, അതേപോലെ ഹോഴ്സ് റൈഡേഴ്സ് ഒരുപാട് ആളുകൾ ഉണ്ട്. സ്വദേശികളും വിദേശികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വാദി ഹനീഫ എന്നുള്ള ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാറുണ്ട് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ സൈക്ലിസ്റ്റുകളെല്ലാം ചെയ്യുന്നത് ഇവിടെ വാദി ഹനീഫയിലൂടെ പോകുന്ന റോഡുണ്ടല്ലോ, റോഡിലൂടെയാണ് സൈക്ലിസ്റ്റുകൾ സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ അപകടം പിടിച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സ്പോർട്സ് ബോളിവുഡ് ഫൗണ്ടേഷനും റോയൽ കമ്മീഷനും എല്ലാം ചേർന്ന് വാദിയിലൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് പാത്ത് സൈക്ലിസ്റ്റുകൾക്കും അതുപോലെ പെഡസ്ട്രിയൻസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതാണ് 2024 അവസാനത്തോട് കൂടിയിട്ട് ഓപ്പണാക്കി കൊടുത്തത്. അതിനോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്നത് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ്. അത്യാധുനിക രീതിയിലുള്ള കളർ കോൺക്രീറ്റാണ്, സാധാ കോൺക്രീറ്റില്ല. പിന്നെ ഇവിടെ ഒരു ഡയറക്ഷൻ ബോർഡ് കാണാം. അതിൽ മോസ്ക്, അതേപോലെ മിസ്ക് സിറ്റി, വാദി ഹനീഫ ഡാം, അങ്ങനെയുള്ള കുറച്ച് ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷൻ ഫോളോ ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തും. ഇവിടെ പെഡസ്ട്രിയൻ വാക്കിങ്ങും അതേപോലെ സൈക്ലിസ്റ്റുകൾക്കും കൂടിയിട്ടുള്ള ഒരു ഇൻ്റർസെക്ഷനാണ്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിൾ ട്രാക്കിലൂടെ ആളുകൾക്ക് നടക്കാൻ അലൗഡ് ഇല്ല. ഈ ചെറിയ വീതി കുറഞ്ഞിട്ടുള്ള ഈ ട്രാക്കാണ് ആളുകൾക്ക് നടക്കാനുള്ളത്. അപ്പുറത്ത് കാണുന്ന വലതുവശത്ത് കൂടിയുള്ള ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കിലൂടെയാണ് സൈക്ലിസ്റ്റുകൾ പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്, അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്. ഇത് പബ്ലിക്കിന് ഫ്രീ ആയിട്ടാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വരുന്നതിനോ സൈക്കിൾ ചവിട്ടുന്നതിനോ ഇവിടെ നടക്കുന്നതിനോ പ്രവേശന ഫീസൊന്നുമില്ല. പബ്ലിക്കിന് തികച്ചും സൗജന്യമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 2 ട്രാക്ക് ഉണ്ട്. ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. നടുവിൽ ഒരു മാർക്കിങ് കാണാം. ഒരു കാരണവശാലും സൈക്കിൾ ട്രാക്കിലൂടെ നമുക്ക് നടക്കാൻ അലൗഡ് ഇല്ല. ഞാനിപ്പോൾ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൈക്ലിസ്റ്റുകൾ ആരും ഇല്ല ഇവിടെ. അവരെല്ലാവരും വരുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിൽ. പിന്നെ അതിൻ്റെയൊക്കെ നടുവിലായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആറ്റുവഞ്ഞി പോലത്തുള്ള ചെറിയ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ള. പിന്നെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ കാണുന്നുണ്ട്. അവിടെ സിഗ്നലുണ്ട്. റോഡിൻ്റെ അങ്ങേ വശത്തേക്ക് വന്ന് നമ്മൾ റോഡിൻ്റെ അങ്ങേ വശത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹോഴ്സ് ട്രാക്കാണ്, കുതിരനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഹോഴ്സ് ട്രാക്ക് മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഇതിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, തികച്ചും മണ്ണുകൊണ്ടാണ്. ഇവിടെ ഹോഴ്സ് റൈഡിന് വന്നിട്ട് ഇതാണ് ഇവിടെ വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഓക്കെ, അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് മാർക്കിംഗ് ഉണ്ട്. ഓരോ ഡെസ്റ്റിനേഷനും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്പോർട്സ് ബോളിവുഡ് ഫൗണ്ടേഷന് ഉണ്ടാക്കി കൊടുത്തതാണ്. ഒരുപാട് പുതിയ പുതിയ പുല്ലുകളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. നമ്മൾ തിരിച്ച് നടക്കുകയാണ്.
നമ്മൾ നടക്കുന്നത് ഹോഴ്സ് ട്രാക്കും അതുപോലെ പെഡസ്ട്രിയൻ വാക്കിങ്ങും സൈക്കിൾ പാത്തിൻ്റെ ഇടയിലൂടെ ഒരു വാതി പോകുന്നുണ്ട്. ചെറിയൊരു കനാൽ, വെള്ളമുള്ള കനാൽ, നിറയെ മത്സ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇടതുവശത്തായിട്ട് വാദി ഹനീഫ റോഡാണ്. ഇതൊരു ബൈപ്പാസ് റോഡാണ്. പല സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് ഉണ്ട് ഈ വഴിക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഇടതുവശത്തേക്ക് പോകുന്ന സ്ഥലം നമുക്ക് ഡിപ്ലോമാറ്റിക് സെൻറ്റർ, അതേപോലെ ഇർഗ, കിങ് ഖാലിദ് റോഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും. വലതുവശത്തേക്ക് പോകുന്നത് ബദിയ, മഹദിയ, അതുപോലെ തുവൈക്ക്, ഷിമൈസി പോലത്തെ സ്ഥലങ്ങളിലേക്കുള്ള ഷോർട്ട് കട്ട് വേ ആണ്. ഇത് ഡബിൾ റോഡാണ്, വൺ വേ സിസ്റ്റം അല്ല. വളരെ അപകടം പിടിച്ച റോഡും കൂടെയാണ്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. സൈക്ലിസ്റ്റുകൾക്ക് ഇവിടെ അലോ ചെയ്തിട്ടുള്ള സ്പീഡ് 30 കിലോമീറ്റർ സ്പീഡാണ് അലോ ചെയ്തിട്ടുള്ളത്. സൈൻ ബോർഡുകളിൽ പല സ്ഥലങ്ങളിൽ കാണാം. ഈ വലതുവശത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ചില മരങ്ങൾ, സപ്പോർട്ടോട് കൂടിച്ച് കൊടുത്തിട്ടുള്ള മരങ്ങൾ കണ്ടോ, അതെല്ലാം പുതിയ മരങ്ങളാണ്. ഈ സൈഡിലൊക്കെ കിടക്കുന്ന കല്ലുകൾ കണ്ടില്ല, ഇത് നാച്ചുറലായിട്ടുള്ള ഇവിടുത്തെ സ്റ്റോണാണ്. അത് ഈ വാദിയിൽ ഈ ഭാഗങ്ങളിലുള്ള മലകളിൽ നിന്ന് കിട്ടുന്ന കല്ലാണ്. ഇവിടെ പുതിയ മരങ്ങൾ മാത്രമൊന്നുമല്ല, പഴയ മരങ്ങളും വലിയ വലിയ മരങ്ങളും കാണാം. ഇവിടെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇടമുറിയാത്ത ലൈന് കണ്ടോ, അതിൻ്റെ സൈഡിലൂടെ വേണം നടന്നു പോകാനായിട്ട്. പിന്നെ ഇവിടെ പുതിയൊരു പാലമാണ്, അടിയിലൂടെ തോട് പോകുന്നു. മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. തിരിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇവിടെ സിഗ്നലുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിസിബിളായിട്ടുള്ള റോഡല്ല. വലതുവശത്ത് ഇടതുവശത്തൊക്കെ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ സൈക്കിളിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഇവിടെ സൈക്ലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ സിഗ്നൽ കിട്ടും. ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പാടുള്ളൂ. അത്ര അപകടം പിടിച്ച സ്ഥലമാണ്. വണ്ടികളൊക്കെ അതിവേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻ്റർസെക്ഷൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാണ്. ഈ വാദി ഹനീഫയിൽ മാത്രം 30 കിലോമീറ്ററോളം സൈക്കിൾ പാത്തും അതുപോലെ പെഡസ്ട്രിയൻ വാക്കിംഗ് വേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.